ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വെടിവെച്ചു കൊന്ന കേസിൽ മുഖ്യപ്രതിക്ക് പോലീസിന്റെ വെടിയേറ്റു. അറസ്റ്റിന് ശ്രമിക്കുന്നതിനിടെ പ്രതി ചന്ദൻ വർമ്മ ആക്രമിച്ചെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ചന്ദൻ വർമ്മയുടെ കാലിനാണ് വെടിയേറ്റത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, ഈ ചന്ദൻ വർമ്മയെ പിടികൂടാനായിട്ടുണ്ടോ? എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒരു കൊടുംപാതകം ചെയ്തത് എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? ഗോകുൽ, നിലവിലിപ്പോൾ ചന്ദൻ വർമ്മയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം നൽകുന്ന വിവരം. എന്തായാലും ചന്ദൻ വർമ്മ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ രാത്രി നോയിഡയിൽ വെച്ചാണ്, ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ നോയിഡയിൽ വെച്ചാണ് ചന്ദൻ വർമ്മയെ പോലീസ് പിടികൂടിയത്. ഈ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കും തന്നെ ഡൽഹിയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ചന്ദൻ വർമ്മ. എന്തായാലും പോലീസ് പിന്നീട് കൃത്യമായ അന്വേഷണത്തൊടുവിൽ ചന്ദൻ വർമ്മയാണ് ഈ കൊലപാതകം നടത്തിയെന്ന വിവരം പോലീസിന് ലഭിച്ചു. കാരണം സോഷ്യൽ മീഡിയയിലടക്കം താൻ 5 പേരെ കൊല്ലുമെന്ന് നേരത്തെ തന്നെ ചന്ദൻ വർമ്മ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു. ഇത്തരമൊരു അന്വേഷണമാണ് ചന്ദൻ വർമ്മയിലേക്ക് എത്തിയത്. ചന്ദൻ വർമ്മയുടെ ഉപയോഗിച്ച ബൈക്കും അതോടൊപ്പം തന്നെ കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്കുമെല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ചന്ദൻ വർമ്മയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പിന്നീട് തെളിവെടുപ്പടക്കമുള്ള നടപടിയിലേക്ക് എന്തായാലും കൊണ്ടുപോകും. ഇന്നലെയാണ് ഒരു കുടുംബത്തിലെ 4 പേരെ ചന്ദൻ വർമ്മ കൊലപ്പെടുത്തിയത്. ഈ ചന്ദൻ വർമ്മ കൊലപ്പെടുത്തിയ പൂനം എന്ന സ്ത്രീയുമായി ചന്ദൻ വർമ്മ 1 വർഷത്തിലേറെ ബന്ധമുണ്ട്. ആ ബന്ധം വഷളയെ തുടർന്നാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും ഈ കൊലപാതകത്തിന് കാരണം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഇപ്പോൾ പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ചന്ദൻ വർമ്മ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. അതിനുശേഷം മാത്രമേ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് എന്തായാലും കൊണ്ടുപോവുകയുള്ളൂ. സ്വയരക്ഷാർത്ഥമാണ് ചന്ദൻ വർമ്മയെ വെടിവെച്ചെന്നൊരു വിശദീകരണമാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അറസ്റ്റ് ചെയ്ത് പിന്നീട് ഈ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടയിൽ പോലീസിന്റെ കൈവശമുള്ള തോക്ക് ചന്ദൻ വർമ്മ തട്ടിയെടുത്ത് പിന്നീട് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ഇത്തരത്തിൽ ചന്ദൻ വർമ്മയുടെ വലതുകാലിന് വെടിവെച്ചത്. ശരി, ഒരു കുടുംബത്തിലെ 4 പേരെ വെടിവെച്ചു വന്ന കേസിലെ മുഖ്യപ്രതിയാണ് അമേഠിയിൽ പോലീസിന്റെ വെടിയേറ്റിരിക്കുന്നത്. ഏതായാലും അയാളുടെ ആരോഗ്യനില തൃപ്തികരമെന്നതാണ് ഇപ്പോൾ നിതിൻ അംബുജൻ പങ്കുവെച്ച വിവരം.